ഹായ് മക്കളെ, സ്നേഹവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലേ. അപ്പോൾ ഓണം എക്സാമിന് വേണ്ടി തകർത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്നറിയാം. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. 2 in 1 എന്നൊക്കെ പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. എന്താണത്? അതായത് കിസാനിനെ കുറിച്ച് പഠിച്ചിരിക്കുക എന്ന് പറയുന്നതാണ്. നമ്മുടെ 4th ചാപ്റ്റർ കിസാനിന് വളരെ ഇമ്പോർട്ടൻറ്റ്. കിസാൻ എന്ന് വെച്ചാൽ എന്താണ്? ഫാമർ ആണ്, നമ്മുടെ കൃഷിക്കാരനാണ് അല്ലേ. അപ്പോൾ കൃഷിക്കാരന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പാഠമാണ് 4th ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കിസാനിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, അഥവാ ഒരു ലേഖ ചോദിച്ചു. ലേഖ എന്ന് വെച്ചാൽ എന്താണ്? ഒരു എസ്സേ, ഒരു കുഞ്ഞി ടിപ്പണി ചോദിച്ചു, ഒരു കുറിപ്പ് ചോദിക്കുകയാണ്. അങ്ങനെ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് മിസ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ മക്കൾ പഠിച്ചിട്ട് പോയിക്കോളാം. ഇനി പ്ലക്കാർഡ് ആവട്ടെ, പോസ്റ്റർ ആവട്ടെ, ഈ കിസാനെ കുറിച്ച് ലേഖനാവട്ടെ, ഈ കിസാൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്, ചിലപ്പോൾ ഒരു പദസൂര്യം പോലെയൊക്കെ മക്കൾക്ക് തരാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പോലെ. അതാവട്ടെ, എന്ത് ചോദിച്ചാലും ഈ പോയിന്റ്സ് എഴുതി വെച്ചാൽ മതി. ഇത് നന്നായിട്ട് മക്കൾ പഠിച്ചിട്ട് പോവാ. ഇത് പഠിക്കാതെ എക്സാമിന് പോകാൻ പാടില്ല. ഓക്കെ, കിസാൻ എന്ന് വെച്ചാൽ എന്താണ്? കിസാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫാമർ ആണ്, കൃഷിക്കാരനാണ് എന്നുള്ളത് ആലോചിക്കാം. കിസാൻ കൃഷിക്കാരൻ, ദേശത്തിന്റെ റീഡ് ഹോത്താ ഹേ. റീഡ് എന്ന് വെച്ചാൽ എന്താണ്? നട്ടെല്ലാണ് കേട്ടോ. എന്താണ്? നട്ടെല്ലിന് നമ്മൾ പറയുന്നതാണ് റീഡ് എന്ന് പറയുന്നത്. എഴുതി പഠിച്ചോളാം കേട്ടോ മക്കള്. അപ്പം കിസാൻ റീഡാണ് എന്നുള്ളത് പഠിക്കുക. ഓക്കെ സെറ്റ്, മിസ്സേ മനസ്സിലായിട്ടുണ്ട്. കിസാൻ ഗേത്തി കർത്തേ ഹേ. നമ്മുടെ കൃഷിക്കാരൻ എന്താ ചെയ്യുന്നത്? ഗേത്തിയാണ് ചെയ്യുന്നത്, കൃഷിയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റ് ആണ്. ഇത് നന്നായിട്ട് പഠിക്കാം കേട്ടോ. കിസാൻ സബ്കാ അന്നദാതാ ഹോത്താ ഹേ. കൃഷിക്കാരൻ സബ്ക എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരുടെയും അല്ലെ. എന്താണ്? എല്ലാവരുടെയും അന്നദാത. അന്ന എന്ന് വെച്ചാൽ എന്താണ്? ഫൂഡാണ് അല്ലെ. അന്ന എന്ന് വെച്ചാൽ ഫൂഡാണ്. ഫൂഡ് നൽകുന്ന ആളാണ് നമ്മുടെ അന്നദാതാവാണ്. ആരെന്ന് പറയുന്നത്? നമ്മുടെ കൃഷിക്കാരൻ എന്ന് പറയുന്നത് അല്ലെ. കിസാൻ ഗാവ് മേ രഹത്താ ഹേ. കൃഷിക്കാരൻ ഗാവ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാമമാണ്, വില്ലേജ് ആണ് അല്ലേ. വില്ലേജിലാണ് താമസിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. അടുത്ത നോക്കിക്കേ, കിസാൻ കാ ജീവൻ ബഹുത് കഠിൻ ഹേ. കിസാനിന്റെ, കൃഷിക്കാരന്റെ ജീവൻ എന്ന് വെച്ചാൽ എന്താണ്? ജീവിതം ബഹുത് കഠിൻ ഹേ. വളരെ എന്താണ്? കഠിനമാണ് അല്ലെ. അവര് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഓക്കെ, ഇനി അവസാനത്തെ പോയിന്റ് എന്താണ്? കിസാൻ വർഷ ഓർ ധൂപ്പ് മേ കാം കർത്താ ഹേ. വർഷ എന്ന് വെച്ചാൽ എന്താണ്? മഴയാണ്. ധൂപ്പ് എന്ന് വെച്ചാൽ എന്താണ്? വെയിലാണ്. വെയിലത്തും മഴയത്തും കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ കിസാൻമാർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോയിന്റുകൾ മക്കൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോവാം. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നന്നായിട്ട് നിങ്ങളെ ഈ ഒരു സാധനം സഹായിക്കും കേട്ടോ. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഓൾ ദി ബെസ്റ്റ്.